ഹായ് വ്യൂവേഴ്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എല്ലാവർക്കും ദൈവത്തിൻ്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്മീൻ കൊണ്ടുള്ള ഒരു അടിപൊളി കട്ട്ലേറ്റും ആയിട്ടാണ്. അതുകൂടാതെ ചെമ്മീൻ എങ്ങനെയാണ് വരട്ടിയിട്ട് പൊരിച്ചെടുക്കുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീനെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തൊലിയൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ടിട്ടുള്ളത്. അപ്പോൾ ഫ്രഷ് ചെമ്മീനായതുകൊണ്ട് തന്നെ തൊലി കിട്ടാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുക. തലയോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തല നമുക്ക് തല നമുക്ക് ഒഴിവാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറിന് വേണ്ടി ഫ്രൈ ചെയ്തെടുക്കാനും കട്ട്ലേറ്റിനും കൂടിയിട്ടാണ് ഇത് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കണം. ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലൊന്നും ഇടാതെ ഒന്ന് നമ്മുടെ ചെറിയ അമ്മിക്കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 തക്കാളിയുടെ നീരെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്രഷ് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കൈവച്ചൊന്ന് കുഴച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിന് പാകത്തിന് കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസ് ഒന്നും വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു പാനിൽ സ്റ്റൗ ഓണാക്കിയ ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ കുറച്ച് എടുക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കൊണ്ട് ചെമ്മീൻ കട്ട്ലേറ്റും ഉണ്ടാക്കാം. അപ്പോൾ ചോറിന് ഇന്ന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുടംപുളിയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തലേദിവസം രാത്രി ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ കുടംപുളിയൊക്കെ ഇട്ടിട്ട് ചെമ്മീൻ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ പടവല ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീനാണ്. അപ്പോൾ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു സവാളയും അതുപോലെ തന്നെ തേങ്ങ ചിരവിയതൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 4 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഉടച്ച് വെച്ചതാണിത്. 4 എണ്ണം അല്ല, ചെറിയത് 5 എണ്ണം ഉണ്ട്. ചെറിയ സൈസ് 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക.
വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴന്നിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇതൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വേവിച്ചിട്ട് ഉടച്ച് വെച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ക്രഷ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഉള്ളി വഴറ്റുന്ന സമയത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കൂടുതൽ സ്പൈസി ആവണ്ടെന്ന് കരുതിയിട്ട് ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴുള്ള ആ ഒരു മുളക് പൊടിയും ഒക്കെ തന്നെയാണ്. വേറെ മുളക് പൊടിയൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇത് ബ്രെഡ് ക്രംസ് ആണ് ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മൈദയാണ്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ലൂസാക്കി എടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഇനി നമുക്ക് കട്ട്ലറ്റിന് ബൗൾസ് ആക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ബൗൾസ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം നമ്മുടെ മൈദയുടെ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് മുട്ട എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് അത് കലക്കിയിട്ട് ഇതുപോലെ അതിൽ മുക്കിയെടുക്കാം. ഞാനിപ്പോൾ മുട്ടയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് മൈദയുടെ ബാറ്ററാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഇതുപോലെ മുഴുവനായിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ടും തിരിച്ചിട്ട് കൊടുക്കുക. നല്ലപോലെ അടിയൊക്കെ ഒന്ന് നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ള നല്ല കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നമ്മൾ ചോറിനൊക്കെ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്ന ആ ഒരു ചെമ്മീൻ വെച്ചിട്ട് തന്നെ നമുക്ക് കട്ട്ലേറ്റും തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങും ഒരു സവാളയും മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ.